നൂറ്റാണ്ടുകളുടെ പൈതൃകവും വൈദഗ്ധ്യവും ഇഴചേർന്ന വിശ്വകർമ്മ കുലത്തൊഴിലുകൾ അന്യം നിന്നു പോകുന്നു. അസംസ്കൃത വസ്തുക്കളുടെ ദൗർലഭ്യവും ആധുനിക സാങ്കേതികവിദ്യയുടെ കടന്നുകയറ്റവും മൂലം പാരമ്പര്യമായി ഈ രംഗത്ത് നിലകൊള്ളുന്ന കുടുംബങ്ങൾ കടുത്ത ജീവിത പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ചെങ്ങന്നൂർ ഭാഗത്താണ് പ്രതിസന്ധി കൂടുതലായുള്ളത്. നൂറ്റാണ്ടുകളുടെ പൈതൃകവും വൈദഗ്ധ്യവും ഇഴചേർന്ന വിശ്വകർമ്മ കുലത്തൊഴിലുകൾ അന്യം നിന്നു പോകുകയാണെന്ന് ഇതുമായി ബന്ധപ്പെട്ടവർ പറയുന്നു. അസംസ്കൃത വസ്തുക്കളുടെ ദൗർലഭ്യവും ആധുനിക സാങ്കേതിക വിദ്യയുടെ കടന്നുകയറ്റവും മൂലം പരമ്പരാഗതമായി ഈ രംഗത്ത് നിലകൊള്ളുന്ന കുടുംബങ്ങൾ കടുത്ത ജീവിത പ്രതിസന്ധിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ആശാരി, മൂശാരി, കൊല്ലൻ, തട്ടാൻ, കൽപ്പണി എന്നീ 5 മേഖലകളിലായി വ്യാപിച്ചു കിടക്കുന്നതാണ് വിശ്വകർമ്മ സമുദായത്തിന്റെ തൊഴിൽ പാരമ്പര്യം. എന്നാൽ മാറുന്ന പ്രകൃതി സംരക്ഷണ നിയമങ്ങൾ ഈ തൊഴിലുകളെ ശ്വാസം മുട്ടിക്കുകയാണെന്ന് സമുദായാംഗമായ മഹേഷ് പണിക്കർ പറയുന്നു. മരം, കല്ല്, ലോഹങ്ങൾ എന്നിവ പരമ്പരാഗത രീതിയിൽ ഉപയോഗിക്കുന്നതിന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ മൂലം തൊഴിൽ തുടരാൻ കഴിയാത്ത അവസ്ഥയാണുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. വിഗ്രഹ നിർമ്മാണത്തിനും കൽപ്പണികൾക്കും ലോകപ്രശസ്തമായ ചെങ്ങന്നൂരിൽ ഇപ്പോൾ ഈ കലയുടെ പ്രതാപം മങ്ങുകയാണ്. മുൻകാലങ്ങളിൽ MC റോഡിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് ചെങ്ങന്നൂരിലെ കൽശില്പ നിർമ്മാണത്തിന്റെ കാഴ്ചകളും ശബ്ദങ്ങളുമൊക്കെ ലഭ്യമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നുമില്ല. ചെങ്ങന്നൂരിലെ പാരമ്പര്യ കലയെ വിശ്വസിച്ച് ജീവിച്ചിരുന്ന 400ഓളം കുടുംബങ്ങൾ ഒരു കാലത്തുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് വിരലിലെണ്ണാവുന്ന നിലയിലായി. കരിങ്കൽ ഖനനത്തിന് സർക്കാർ അനുമതി ലഭിക്കാത്തതുമൂലം ഈ മേഖലയിലെ തൊഴിലാളികൾ വലിയ പ്രതിസന്ധിയിലാണെന്ന് TC ഉണ്ണികൃഷ്ണൻ പറയുന്നു. ഒട്ടനവധി തൊഴിലാളികളുണ്ടെങ്കിലും അവർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ആ മേഖലയിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. യഥോഷ്ടം പാറ കിട്ടുന്നില്ല, അവർക്ക് കുടിൽവ്യവസായമായിട്ട് പണിയുവാനായിട്ട് സർക്കാരിന് പാറ പൊട്ടിക്കാൻ അനുമതി കിട്ടുന്നില്ല എന്നൊക്കെയാണ്. അതുപോലെ സ്വർണ്ണത്തൊഴിലാളി മേഖലയിൽ, തൊഴിൽ മേഖലയിലുള്ള പണിക്കാരെല്ലാം പല തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് വേറെ മേഖലയിൽ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ സർക്കാരിൽ നിന്ന് അവർക്കൊരു കരിയർ ഗൈഡൻസ് കൊടുത്തുകൊണ്ട് അവർക്ക് ആ സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ആ ജീവിത നിലവാരം അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനൊരു സംവിധാനം ഒരുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും പരമ്പരാഗത വിശ്വകർമ്മ കുലത്തൊഴിലുകളെ സംരക്ഷിക്കാൻ അടിയന്തരമായ നടപടി സർക്കാർ സ്വീകരിക്കണമെന്നാണ് ഈ രംഗത്തുള്ളവർ ആവശ്യപ്പെടുന്നത്. പുതിയ തലമുറ ഇതിൽ ആകർഷകരാകുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വ്യസനിക്കുന്ന ഒരു കാര്യം. അതിനകത്ത് പറ്റിയിരിക്കുന്ന 1-2 കാര്യങ്ങൾ ഈ പ്രകൃതി വിഭവങ്ങൾ വെച്ചിട്ടാണ് ഈ പറഞ്ഞ പാരമ്പര്യ കുലത്തൊഴിലുകളെല്ലാം പോയിട്ടുള്ളത്. പക്ഷേ കാലാകാലങ്ങളിലായിട്ട് പുതുതായിട്ട് പ്രകൃതി സംരക്ഷണം അങ്ങനെയൊക്കെ വരുന്ന നിയമങ്ങൾ മൂലം ഇത്തരം കല്ല്, ശില, ലോഹം തുടങ്ങിയവയ്ക്ക് വന്നിരിക്കുന്ന റെസ്ട്രിക്ഷൻസ് പഴയ രീതിയിൽ സുലഭമായിട്ട് ഈ തൊഴിലാളികൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പം അത് നിയമം അങ്ങനെയാണ് ഇപ്പം വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ദൗർലഭ്യം അത് പരിഹരിക്കാൻ വേണ്ട ഒരു ഗവൺമെൻറ് ഒരു വിശദമായ പഠനം നടത്തി ഇത് ഈ പറഞ്ഞ തൊഴിലുകളെ സംരക്ഷിക്കാനായിട്ട് ഇതിൻ്റെ അസംസ്കൃത വസ്തുക്കളായിട്ടുള്ള ലോഹം, ശില, മരം അങ്ങനെയുള്ള കാര്യങ്ങൾ ലഭിക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാകണം. CDNet ന്യൂസ്, ചെങ്ങന്നൂർ.